ادع إلى سبيل ربك بالحكمة والموعظة الحسنة. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. യഥാർത്ഥ ഈമാൻ മുറുകെ പിടിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് വിജയികളായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യലാണ് യഥാർത്ഥ പ്രവാചക സ്നേഹത്തിൻ്റെ മാതൃക എന്നും ഒരു മുസ്ലിം ചെയ്യേണ്ടത് അതാണ് എന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗം അതാകുന്നു എന്നും നമ്മൾ ഉണർത്തുകയുണ്ടായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച സ്വഹാബത്ത് പ്രവാചകനോടുള്ള അതിരറ്റ സ്നേഹം പ്രകടിപ്പിച്ചവരായിരുന്നു എന്നും പ്രവാചകൻ പഠിപ്പിച്ച മഹിതമായ സുന്നത്തുകളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അവർ നബിയെ സ്നേഹിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മൾ പരിശോധിച്ചാൽ പ്രവാചകനെ അത്തരത്തിൽ ഇത്തിബാഅ് ചെയ്യുന്നതിന് പകരം പ്രവാചകന്റെ സുന്നത്തുകളെ ഏറ്റെടുക്കുന്നതിന് പകരം ആ സ്നേഹം പലപ്പോഴും റോഡുകളിലും അങ്ങാടികളിലും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു പ്രകടനത്തിൻ്റെ അവസ്ഥയിലേക്ക്, അതല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ മാത്രം ആ സ്നേഹത്തെ ചുരുക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ജന്മദിന പരിപാടികളും ജയന്തികളുമൊക്കെ
ഇതര മതസമൂഹം അവരുടെ പുണ്യപുരുഷന്മാർ ആചരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾ ആചരിക്കുന്നത് പോലെ, ആഘോഷിക്കുന്നത് പോലെ ഇന്ന് നമ്മുടെ ഉമ്മത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ നബിദിനം എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി, ഗാന്ധി ജയന്തി എന്നൊക്കെ പറയുന്നത് പോലെ നബി ജയന്തി എന്നതിലേക്ക് പോലും പദപ്രയോഗങ്ങൾ മാറി വന്നിട്ടുണ്ട്. അവർ ക്രൈസ്തവ സമൂഹം ഉണ്ണിയേശുവിനെ ആനയിക്കുന്നത് പോലെ ഹൈന്ദവ സമൂഹം ഉണ്ണികൃഷ്ണനെ, ചെറിയ മക്കളെ അലങ്കരിച്ച് അവരിങ്ങനെ അവരുടെ ഘോഷയാത്രയിൽ കൊണ്ടുപോകുന്നത് പോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാല രൂപം എന്ന പേരിൽ ചെറിയ കുഞ്ഞുമക്കളെ അണിയിച്ചൊരുക്കി ഒട്ടകപ്പുറത്തും മറ്റുമൊക്കെ ഇരുത്തി യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും എന്നൊക്കെ പാട്ട് ചൊല്ലി ആനയിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച ഇന്ന് നമ്മുടെ നാട്ടിൽ പോലും ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച സ്വഹാബത്ത് അവരാരും അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് നമുക്കറിയുന്നതാണ്. അത്രയേറെ പ്രവാചകനെ സ്നേഹിച്ച ആളുകൾ അതൊരു മതത്തിന്റെ ചടങ്ങായിരുന്നെങ്കിൽ, ഭാഗമായിരുന്നെങ്കിൽ നമ്മേക്കാൾ എത്രയോ 10 മടങ്ങ് ഉഷാറായി അവരത് ആഘോഷിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസി ഖർനി, ഏറ്റവും നല്ല ആളുകൾ എൻ്റെ കൂടെ എന്നോടൊപ്പം ജീവിച്ച, എൻ്റെ തലമുറയിൽ ജീവിച്ചവരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിൻ്റെ അടുത്ത തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിൻ്റെ അടുത്ത തലമുറ എന്നിങ്ങനെ 3 തലമുറയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ഈ 3 തലമുറയിൽ എവിടെയും ഇങ്ങനെ ഒരു ആഘോഷം നമുക്ക് കാണുക പോലും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി ജീവിച്ചത് 23 കൊല്ലമാണ്. 40-ാം വയസ്സിൽ നബുവത്ത് കിട്ടി, 63 വയസ്സിൽ മരിക്കുമ്പോൾ 23 കൊല്ലമാണ് നബിയായി ജീവിച്ചത്. അതിൽ 22 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരിക്കൽ പോലും പ്രവാചകൻ എന്തെങ്കിലും ഒരു ചെറിയ സൂചനകളിലൂടെ പോലും ആ ആഘോഷത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് ആദ്യമായി ഖലീഫയായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. 2.5 വർഷം ഭരിച്ചു. ഒരിക്കൽ പോലും ഇതൊരു മതത്തിന്റെ ചടങ്ങായി അബൂബക്കർ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയില്ല. അതിനുശേഷം ഖലീഫയായത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. 10.5 വർഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഭരിച്ചത്. ഒരിക്കൽ പോലും അവിടെയും ഉണ്ടായില്ല. 3-മതായി ഖലീഫയായി വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. 12 വർഷമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും അതില്ല. പിന്നെ അലി റളിയല്ലാഹു അൻഹു 5 വർഷമാണ് അലി റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്. ആ കാലഘട്ടത്തിലും നമുക്ക് കാണുക സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ പ്രവാചകന്റെ 9 ഭാര്യമാർ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരാരും ഇങ്ങനെ ഒരു ആഘോഷത്തിന് വീട്ടിലോ പുറത്തോ നേതൃത്വം കൊടുത്തില്ല. മാത്രമല്ല പ്രിയമുള്ളവരെ, മഹാന്മാരായ ഇമാമിയങ്ങൾ അബൂ ഹനീഫ റഹിമഹുല്ല, ഷാഫിഈ റഹിമഹുല്ല, മാലിക് റഹിമഹുല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, ഇവരാരും ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, അതിനെ അവർ ഗൗരവമായി കണ്ടിട്ടുണ്ട്. ദീനിൽ ഒരു പുണ്യകർമ്മം അടിച്ചിറക്കേണ്ടത് അവരാരുമല്ല, പ്രവാചകനാണ്. പ്രവാചകന്റെ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞ മഹാന്മാരുണ്ട്, സലഫുകളുണ്ട്. തെറ്റാർക്കും പറ്റും, പക്ഷെ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് മാത്രം തെറ്റുപറ്റുകയില്ല. ആ വ്യക്തിയിൽ നിന്ന് തള്ളേണ്ടതും കൊള്ളേണ്ടതുമില്ല, എല്ലാം സ്വീകരിക്കേണ്ടതാണ്. അതല്ലാത്ത എല്ലാവരിലും തള്ളേണ്ടതും കൊള്ളേണ്ടതുമുണ്ട് എന്ന് മഹാനായ ഇമാം ഔസാഇ റഹിമഹുല്ല പറഞ്ഞത് കാണാൻ സാധിക്കും. പ്രവാചകന്റെ ഒരു വചനമുണ്ട്, അതിങ്ങനെയാണ്: മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഒരാൾ മതത്തിൽ ഒരു കാര്യം നടപ്പാക്കുന്നു, പ്രവർത്തിക്കുന്നു, നമ്മുടെ കൽപ്പന അതിനില്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടണം. അതിനോട് ഒരു തരത്തിലുള്ള അനുകൂല സമീപനവും ഒരു വിശ്വാസി സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് നല്ലതല്ലേ എന്നുള്ളൊരു ചിന്ത വരാൻ പാടില്ല.
എത്ര നല്ലത് എന്ന് നമുക്ക് തോന്നിയാലും പ്രവാചകന്റെ സുന്നത്തിൽ അതിന് പിൻബലമില്ല എങ്കിൽ അത് സ്വീകരിക്കപ്പെട്ടുകൂടാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നബിദിനം ആഘോഷിക്കുന്നവരുടെ പള്ളിയിൽ റബീഉൽ അവ്വലിൽ ഓതുന്ന ഒരു അറബി കിതാബുണ്ട്, നുബാത്തിയ ഖുതുബ എന്നാ പറയും. ഇബ്നു നുബാത്തത്തുൽ മിസ്രി എന്ന ഈജിപ്തുകാരനായ ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ രചിച്ചതാണ്. റബീഉൽ അവ്വലിൽ ഓതേണ്ട ഖുതുബകളിൽ ഒരൊറ്റ ഒന്നിൽ പോലും മീലാദുൻ നബവി പരാമർശിക്കുന്നില്ല എന്നത് തന്നെ അത്ഭുതമാണ്. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാട് നോക്കുക. അന്ന് മുതൽ ഇന്ന് വരെ ഒരാഘോഷം ആ നാട്ടിൽ ഔദ്യോഗികമായി നടക്കുന്നില്ല. വഫാത്തായ മദീനയിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല. ഏതാനും വർഷം മുമ്പ് മദീനയിലെ ഇമാം മിമ്പറിൽ വെച്ച് അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ എവിടെയും ഒരു മാതൃക നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പ്രമാണങ്ങളിൽ എന്ന്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച സ്വഹാബത്ത് അവരുടെ മക്കളുടെ ഇന്ന് ബർത്ത്ഡേ പാർട്ടികൾ നടക്കുന്നുണ്ടല്ലോ. 5 വയസ്സാണെങ്കിൽ 5 മെഴുകുതിരി കത്തിച്ചു വെച്ച് ഊതുക, 5 തട്ടുള്ള കേക്ക് ഉണ്ടാക്കിയിട്ട് അത് മുറിക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. മതപരമല്ല എന്ന നിലയ്ക്ക് മക്കളുടെ ഒരു ബർത്ത്ഡേ ആഘോഷം ഏതെങ്കിലും ഒരു സ്വഹാബി ആഘോഷിച്ചത് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അത് മതപരമോ അല്ലാത്തത് ഏത് നിലയ്ക്കായാലും അത് ഇതര മതത്തിന്റെ ആഘോഷവും സംസ്കാരവുമാണ് എന്നാണ് നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട പ്രമാണങ്ങളാണ് അതിനുള്ളത്. ഒന്ന് വിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇത് രണ്ടും ഊന്നി മുറുകെ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഉണർത്താറുണ്ടായിരുന്നു. ഏതൊരു ഖുതുബ, പ്രവാചകന്റെ ഏതൊരു സംസാരം ആരംഭിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഇന്ന അസ്ദഖൽ ഹദീസി കിതാബുല്ലാഹ്, ഏറ്റവും സത്യസന്ധമായ വർത്തമാനം അല്ലാഹുവിന്റെ കിതാബിലെ വർത്തമാനമാണ്. വ അഹ്സനൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗദർശനം അത് പ്രവാചകന്റെ മാർഗദർശനമാണ്. വ ശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് പുത്തൻ കാര്യങ്ങളാണ്. വ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുത്തനായ കാര്യങ്ങളും ബിദ്അത്താണ്. വ കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്തിലാണ്. വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തുകളും നരകത്തിലാണ്. എല്ലാ ബിദ്അത്തും എന്നാ പറഞ്ഞത്. നല്ലത് ചീത്ത എന്നൊരു വ്യത്യാസം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേർതിരിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ആ ഒരു മാർഗം, അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. സൂറത്ത് അൻആമിലെ 153-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, വ അന്ന ഹദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹ് വലാ തത്തബിഉസ് സുബുല ഫതഫറക ബികും അൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. വ അന്ന ഹദാ സിറാത്തി മുസ്തഖീമാ, ഇതാകുന്നു മുസ്തഖീമായ എൻ്റെ മാർഗം. ഫത്തബിഊഹു, നിങ്ങൾ ആ മാർഗത്തെ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുൽ, മറ്റു മാർഗങ്ങളെ നിങ്ങൾ ഇത്തിബാ ചെയ്യരുത്. ഫതഫറക ബികും അൻ സബീലിഹി, യഥാർത്ഥ മാർഗത്തിൽ നിന്ന് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വഴിതെറ്റിപ്പോകുന്നതാണ്, വേർതിരിഞ്ഞു പോകുന്നതാണ്. ഇതാണ് അള്ളാഹു നിങ്ങളോട് ഉപദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയാൻ, ഖുർആനും സുന്നത്തും ഉൾക്കൊള്ളുന്ന മാർഗം അതാകുന്നു യഥാർത്ഥ മാർഗം എന്നാണ്. ഇർബാദ് ബിൻ സാരിയ എന്ന സ്വഹാബി അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. സത്യത്തിൽ ആ ഉപദേശം കേട്ടപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി, ഹൃദയങ്ങൾ വിറങ്ങലിച്ചു പോയി. അദ്ദേഹം പറയാണ്, വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇള, ഒരു വഅള് ഞങ്ങളോട് പറഞ്ഞു. ദറഫത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി. വവജിലത് മിൻഹൽ ഖുലൂബ്, അത് കേട്ടിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ വിറങ്ങലിച്ചു പോയി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചോദിച്ചു, എന്താണ് നബിയെ ഞങ്ങളോട് അങ്ങേക്ക് കരാർ ചെയ്യാനുള്ളത്, പറയാനുള്ളത്? പ്രവാചകൻ അത്ര സീരിയസ് ആയിട്ടാണ് അന്ന് സംസാരിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
ഖാല ഖദ് തറക്തുകും അലൽ ബൈളാഇ ലൈലുഹാ കനഹാരിഹാ. എന്താ പ്രവാചകൻ പറഞ്ഞറിയോ? ഞാൻ നിങ്ങൾക്കൊരു മാർഗം വിട്ടേച്ച് പോവുകയാണ്, അതിന്റെ പകലും രാത്രിയും ഒരുപോലെയാണ്. അതിന്റെ പകലും രാത്രിയും ഒരുപോലെയാണ്, വെളുത്ത് പ്രകാശിക്കുന്നതാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ. ആ മാർഗത്തിൽ നിന്ന് നശിച്ചവനല്ലാതെ വഴിതെറ്റി പോവുകയില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വമൻ യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ. ഞാൻ പോയാലുണ്ടല്ലോ ഒരുപാട് ഭിന്നതകൾ എൻ്റെ ഉമ്മത്തിൽ സംഭവിക്കും. നമ്മുടെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വെറും തല്ലുകൂടാനല്ലേ നിങ്ങൾക്ക് സമയമുള്ളൂ? മുസ്ലിം ഖുർആനാണ് ഞങ്ങളുടെ ഗ്രന്ഥം, സുന്നത്താണ് ഞങ്ങളുടെ ഗ്രന്ഥം എന്ന് പറയുന്നു. എന്നിട്ട് ഓരോരുത്തരും ഓരോ സംഘടനകളായി പോവാൻ, ഭിന്നിച്ചു പോവാൻ. മതത്തിന്റെ പേരിൽ ഇതിങ്ങനെ ഭിന്നിച്ചു പോകുന്നു എന്ന് ആളുകൾ പറയാറുണ്ട്. ഒന്നിച്ചുകൂടെ, ഒരു പേരിൽ നിന്നുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എൻ്റെ ഉമ്മത്ത് ഭിന്നിക്കും, അവര് വേർതിരിഞ്ഞു പോകും, അവർ കക്ഷികളായി തിരിഞ്ഞു പോകും. അത് പ്രവാചകന്റെ പ്രവചനമാണ്. എല്ലാവരും ഒറ്റ സംഘമായി, ഒറ്റ സംഘടനയായി നിന്നിരുന്നെങ്കിൽ പ്രവാചകൻ ആ പറഞ്ഞത് കളവാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഅലൈക്കും ബിമാ അറഫ്തും മിൻ സുന്നത്തി. അങ്ങനെ ആളുകൾ കക്ഷികളായി ഭിന്നിച്ചു പോകുമ്പോൾ സങ്കടപ്പെട്ട്, ഈ ഉമ്മത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് നിൽക്കേണ്ടവനല്ല വിശ്വാസി. മറിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഫഅലൈക്കും ബിമാ അറഫ്തും മിൻ സുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. എന്റെ സുന്നത്ത് ഒരിക്കലും അത് നശിപ്പിക്കപ്പെടില്ല, അത് അവിടെ ഉണ്ടാകും, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. എന്റെ ഖുലഫാഉർ റാഷിദുകൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, അവരുടെ സുന്നത്തുകളെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സീരിയസ് ആയി ഗൗരവത്തോടു കൂടി സ്വഹാബത്തിന് ഉപദേശം കൊടുക്കുകയായിരുന്നു. അപ്പൊ ഈ ഉമ്മത്തിന് സംഭവിക്കാനിരിക്കുന്ന ഒരവസ്ഥ പ്രവാചകൻ പറഞ്ഞു തന്നിട്ട്, കിതാബും സുന്നത്തും മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിച്ചോളി എന്ന വസിയ്യത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നത്. ആ പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ഒന്നും പറയാതെ ഞാൻ വിട്ടുപോയിട്ടില്ല. അതെന്റെ ദൗത്യമാണ്. നരകത്തിൽ നിങ്ങളെ അകറ്റപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊന്നും ഞാൻ നിങ്ങൾക്ക് പറയാതെ വിട്ടുപോയിട്ടില്ല. എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്, ഒന്നും വിട്ടുപോയിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബാത്റൂമിൽ കയറുമ്പോൾ എത്ര അദബുകൾ പഠിപ്പിക്കുന്നുണ്ട്, ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് എത്ര അദബുകൾ പഠിപ്പിക്കുന്നുണ്ട്. കിടക്കേണ്ട രൂപം വരെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കവിൾത്തടത്തിൽ വലത് കൈ വെച്ച് നിങ്ങൾ ചെരിഞ്ഞു കിടക്കണമെന്ന് വിശ്വാസം പറഞ്ഞു. അങ്ങനെ വളരെ ചെറിയ കാര്യങ്ങൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാണ്. അതിൻ്റെയൊക്കെ ശാസ്ത്രീയ വശങ്ങൾ ഓരോന്നും ഇന്ന് തെളിയിക്കപ്പെടുന്നുണ്ട്. അത് നോക്കിയിട്ടല്ല ഒരു മുസ്ലിം ജീവിക്കേണ്ടത്. പ്രവാചകന്റെ സുന്നത്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞത്, അത്രയേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നുണ്ട്. ഒരു പുതിയ വസ്ത്രം ഇടുമ്പോൾ എന്ത് ചൊല്ലണം, നിങ്ങൾ ഇടുന്നത് മുമ്പ് ഉപയോഗിച്ച ഒരു പഴയ വസ്ത്രമാണെങ്കിൽ നിങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്, ഏത് കൈ കൊണ്ട് നിങ്ങൾ ആരംഭിക്കണം, ഇതൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതായത് ഇസ്ലാമിലെ ആചാരങ്ങൾ, ഇസ്ലാമിലെ കർമ്മങ്ങൾ, ഇസ്ലാമിലെ ആഘോഷങ്ങൾ എല്ലാം എങ്ങനെ എന്നതിൻ്റെ കൃത്യമായ രൂപം. അപ്പൊ നോക്കിക്കോ, നിങ്ങൾ നമസ്കരിക്കുക എന്ന് മാത്രമല്ല പറഞ്ഞത്, നമസ്കരിക്കാൻ നിന്നാൽ കൈ കെട്ടുന്ന തൊട്ട് സലാം വീട്ടുന്നത് വരെ എങ്ങനെ നമസ്കരിക്കണം. നിങ്ങൾ നോമ്പെടുത്തോളിന്ന് മാത്രമല്ല പറഞ്ഞത്, എങ്ങനെ നോമ്പെടുക്കണം, എങ്ങനെ സക്കാത്ത് കൊടുക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം, എല്ലാം വിശ്വാസം പഠിപ്പിച്ചു തരാണ്. ഇനി ആഘോഷങ്ങളുടെ കാര്യം എടുക്കുക. ഒരു ചെറിയ പെരുന്നാൾ വരുമ്പോൾ നിങ്ങൾ എപ്പോൾ പുറപ്പെടണം, എങ്ങനെ പുറപ്പെടണം, എന്തൊക്കെ നിങ്ങൾ പോകുമ്പോൾ ചൊല്ലണം, വരുന്നത് എങ്ങനെയാവണം, അവിടെ ചെന്നിരുന്നാൽ നിങ്ങൾ എങ്ങനെ നിസ്കരിക്കണം, ആ ഖുതുബ എങ്ങനെയാവണം, ചെറിയ പെരുന്നാൾ എങ്ങനെ ആഘോഷിക്കണം, വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാളിന് വ്യത്യസ്തമായി എങ്ങനെ ആഘോഷിക്കണം, എല്ലാം പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിക്കുക. നമ്മുടെ ആളുകൾ പലരും പറയുന്നു, പ്രവാചകനെ സ്നേഹിക്കുന്നുവെങ്കിൽ നബിയുടെ ജന്മദിനാഘോഷം ഉജ്ജ്വലമായി ആഘോഷിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെ ആഘോഷിച്ചു എന്നതിൻ്റെ ഏതെങ്കിലും ഒരു രൂപം പ്രവാചകന്റെ സുന്നത്തിൽ നമുക്ക് ലഭിക്കുകയില്ല. അന്ന് ആഘോഷിച്ചില്ലെങ്കിലും ഇന്ന് ആഘോഷിക്കാമല്ലോ, അതിനൊന്നും സുന്നത്തും ബിദ്അത്തും നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നവരുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, അത് ശരിയായിരുന്നുവെങ്കിൽ നമ്മുടെ മുൻഗാമികൾ അത് ആഘോഷിച്ച് നമുക്ക് പഠിപ്പിച്ചു തരണമായിരുന്നു. സ്വഹാബത്ത് അത് ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അതിന് പിന്നിൽ വരുന്ന ആളുകൾ അത് നമുക്ക് കാണിച്ചു തരണമായിരുന്നു. പക്ഷേ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തെന്നറിയോ? ഞാൻ ജനിച്ചത് ഏത് ദിവസമാണെന്നറിയോ? തിങ്കളാഴ്ച ദിവസമാണ്. ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ എനിക്കാദ്യമായി ഖുർആൻ ഇറങ്ങിയത് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നോമ്പെടുക്കുന്ന പറഞ്ഞു, ആഘോഷിക്കുന്നല്ല പറഞ്ഞു. അന്ന് നോമ്പെടുക്കിൻ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തിങ്കളാഴ്ച ദിവസം നോമ്പ് സുന്നത്താക്കാനുള്ള കാരണങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുന്നത്തുകളായി നമ്മൾ മനസ്സിലാക്കുക, ബിദ്അത്തുകളായി നമ്മൾ തിരിച്ചറിയുക, ബിദ്അത്തുകൾ നകന്നു നിൽക്കുകയും സുന്നത്തുകളെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്യുക. അങ്ങനെ മുത്തബിഉ സുന്നകളായി മാറുമ്പോഴാണ് നാളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ ചെന്നു കൂടുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തരിക. അള്ളാഹു ആ മഹാഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോകുന്നുണ്ട്. റഹ്മാനായ റബ്ബിന്റെ മഹത്തായ ഫള് കൊണ്ട് അള്ളാഹു നമുക്കതെല്ലാം പുറത്തു തരുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ സജ്ജനങ്ങളോടൊപ്പം ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ പല പ്രയാസങ്ങളും ആയി കഴിയുന്നവരുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾക്കെല്ലാം എത്രയും വേഗം എളുപ്പം നൽകട്ടെ. രോഗികളായി കഴിയുന്നവരുണ്ട്. ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ പിടിപെട്ട് കഴിയുന്നവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമുക്ക് മുമ്പേ റബ്ബ് തിരിച്ചു വിളിച്ചവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കണ്ണൂർ ജില്ലയിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഊണും ഉറക്കവും ഒഴിച്ച് പ്രവർത്തിച്ചിരുന്ന സജീവമായിരുന്ന ഒരു സഹോദരൻ, മുഹമ്മദ് കുഞ്ഞി എന്ന സഹോദരൻ, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിൽ അവിചാരിതമായി മരണപ്പെടുകയുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഒരു നല്ല പ്രവർത്തനം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത് പോലും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.